ലൈഫ് ആൻഡ് ഡോഗ്സിൻ്റെ ഹെൽത്തി റെസിപ്പിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഉപ്പുമാവിൻ്റെ ഒരു ഹെൽത്തി വേർഷനാണ്. കുട്ടികളൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ വെജീസൊക്കെ വളരെ നൈസായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇതിനകത്ത് നമ്മൾ സാധാരണ ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ 1-2 ഐറ്റംസ് കൊണ്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഉപ്പുമാവിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഇല്ലാതെ തന്നെ കുറച്ചധികം വെജിറ്റബിൾസ് ഇൻക്ലൂഡഡ് ആവുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് ഫൈബറും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ സവാള ഹാഫ്, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കോൺ. നമുക്കിവിടെ സ്വീറ്റ് കോൺ കിട്ടുന്ന സമയമാണ്. അപ്പോൾ കടകളിൽ 30 രൂപയ്ക്ക് ഒരു കതിരായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളത് വാങ്ങിച്ചതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കേട്ടോ, ചെറിയൊരു പോർഷൻ എടുത്ത് അത് അടർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കും. ഹെൽത്തിയർ വേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓയിൽ തീരെ പാടില്ല എന്നല്ല, ആവശ്യത്തിന് അത് ചെറുതായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കുറച്ചും കൂടെ ടേസ്റ്റിയർ ആക്കണമെങ്കിൽ ഗീയും കൂടെ ചേർക്കാം കേട്ടോ. നെയ്യ് കുറച്ചും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ടേസ്റ്റിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഹെൽത്തിനാണ്. അതുകൊണ്ട് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ 1 സ്പൂണിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുക് ഇടുക. കടുക് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലോണം പൊട്ടി തീരണം. എല്ലാ കടുകും പൊട്ടി തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കടുക് പൊട്ടി കിട്ടില്ല. കടുക് പൊട്ടിയില്ലെങ്കിൽ അതിങ്ങനെ കഴിച്ച് കിടക്കുകയും ചെയ്യും. അതിൻ്റെ ടേസ്റ്റോ അതിൻ്റെ ഫ്ലേവറോ ഒന്നും കിട്ടില്ല. അത് കടുക് പൊട്ടാതെ കിടന്നു കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എല്ലാ കടുകും നല്ലപോലെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ അടുപ്പിച്ച് വെക്കുക കേട്ടോ. അതിനകത്ത് സാധാരണ ചേർക്കുന്ന നമ്മൾ വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ കുറച്ച് ഉഴുന്നും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം, എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ സൗണ്ടിൽ ഇങ്ങനെ പൊട്ടും. എല്ലാം പൊട്ടി കഴിഞ്ഞു, ഇനി സൗണ്ടൊന്നും വരുന്നില്ല എന്നുള്ള സമയമാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉലുവ ചേർക്കുക, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കുക. അത് നല്ലപോലെ വാട്ടിയെടുക്കണം കേട്ടോ. കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്തു. വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ചിട്ടു, നടു പൊട്ടിച്ചിടുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുമ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കണം. എന്ന് വെച്ചാൽ അത് പൊട്ടി നല്ലോണം ചൂടുള്ള എണ്ണയിലേക്കാണല്ലോ ഇടുന്നത്. പച്ച കറിവേപ്പിലയാണ്, അപ്പോൾ അത് നല്ലോണം പൊട്ടി തെറിക്കും. അതുകൊണ്ട് ദേഹത്തോട്ട് എണ്ണ ആവാതെ നോക്കണം. പിന്നെ നമ്മൾ ഉള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി നല്ലപോലെ വഴണ്ടതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത് കേട്ടോ. നല്ലോണം ഇളക്കി ചേർത്ത് ഉള്ളി ഒന്ന് ഒന്ന് വാടി വരണം. എല്ലാ സാധനവും ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിലെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യും. പക്ഷേ ഇത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വഴറ്റിയെടുത്താൽ അതിൻ്റെ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചേർക്കുന്നത്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ സ്പൂൺ വെച്ച് ചേർക്കുന്നതേ. കുഞ്ഞാവ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയി എടുക്കുമ്പോൾ ഇത് കയ്യിൽ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ കഴുകിയാലൊന്നും എരിവ് പോവില്ലല്ലോ. പിന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് വേണ്ടി വരും ചെല്ലാൻ. അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് എടുത്താണ്. അരിയുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി ആ പച്ചപ്പ് മാറുക, ആ ഇഞ്ചിയിലൊക്കെ ഒരു പച്ചമണം മാറില്ലേ. അപ്പോൾ നമ്മൾ ബാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ചേർത്ത് നല്ലോണം സോട്ട് ചെയ്യാം. നല്ലപോലെ ഇളക്കിയ എണ്ണയും എല്ലായിടത്തും ആവുന്ന പോലെ സോട്ട് ചെയ്യുക. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇത് നല്ലോണം വാടി വരുന്ന സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി എല്ലായിടത്തും ഉപ്പ് എത്തുന്ന രീതിയിൽ ചെയ്യണം. നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പതിയെ ഒന്ന് ഫ്ലെയിം കുറച്ചിടുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ നൊര വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർക്കാനുള്ള വെള്ളമാണ്. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്തു. ഉപ്പ് കുറച്ച് കുറഞ്ഞാലും കൂടരുത് കേട്ടോ. ഉപ്പ് എന്താ വെച്ചാൽ നമ്മൾ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ചെയ്യുമ്പോൾ ഉപ്പ്, പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൺട്രോൾഡായിട്ട് ഉപയോഗിക്കുന്നത് നല്ലത്. നമുക്ക് മുന്നേ കഴിച്ചിരുന്ന അത്ര ടേസ്റ്റ് തോന്നുന്നുണ്ടാവില്ല ഉപ്പ് ഇത്തിരി കുറയ്ക്കുമ്പോൾ, പക്ഷേ അത് നല്ലത് കേട്ടോ. നല്ലപോലെ എല്ലാ പച്ചക്കറികളും നല്ലപോലെ ഇളക്കി ചേർത്ത് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ റവ എടുത്തിട്ട്, റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ എഴുതിയിട്ട് കിട്ടുന്ന റവയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ചേർക്കുകയാണ്. ഞാൻ സെപ്പറേറ്റ് വറുക്കുന്നൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് റവ വാങ്ങിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ്, ഇപ്പോൾ വറുത്ത റവ എന്ന് പറഞ്ഞാലും സെപ്പറേറ്റ് ഒന്നും കൂടെ വീട്ടിലൊന്ന് വറുത്തിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഉപ്പുമാവ് നല്ലോണം ഉലർന്ന് കിട്ടും.
വേറെ രീതിയിൽ ഉപ്പുമാവ് ചെയ്യും കേട്ടോ. സാധാരണ ഇപ്പോൾ ഈ സമയത്ത് വെള്ളം ഒഴിച്ച് അത് തിളച്ച് വരുമ്പോൾ നമ്മൾ റവ ഇട്ട് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ എളുപ്പം ഇങ്ങനെ തോന്നിയിട്ടുള്ളത്. കട്ട കെട്ടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് നല്ലപോലെ ഉപ്പുമാവിനുള്ള റവ പച്ചക്കറി ഇട്ട് നല്ലോണം മിക്സാണ് ഇതിൽ ചെയ്യുക. ഇത് ഞാൻ വെള്ളം എടുത്തത് തണുത്ത വെള്ളമാണ്, ഇത് എനിക്ക് കുടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഹെൽത്തി വേയിൽ നമ്മൾ ഈറ്റിങ്ങും മറ്റ് ഹാബിറ്റ്സൊക്കെ ചെയ്യണ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഇളക്കിയിട്ട് 1-2 അടുത്തുനിന്ന് ചെറുതായിട്ട് ഇങ്ങനെ റവ എടുത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ഞരണ്ടി നോക്കുമ്പോൾ നല്ലപോലെ തരിതരിപ്പ് ഫീൽ ചെയ്യണം. അതുപോലെ അതിൻ്റെ ഉപ്പ് ഒന്ന് ശരിയല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പില്ല എന്നുള്ളത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി നല്ല മൂത്ത് വരുന്ന രീതിയിൽ, ഇപ്പം നല്ല ചൂടുണ്ട്, അപ്പം നമ്മൾ ചൂടൊന്നും കുറച്ചിടുക. എന്നിട്ട് അടിഭാഗം അഴുക്കി പിടിക്കാതെ നല്ലപോലെ ഇളക്കി എടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി എന്നിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്, ആ വെള്ളം ഇത് മൂത്തതിന് ശേഷത്തിലേക്ക് ഒഴിച്ച് ചേർക്കാം. ജസ്റ്റ് ആ ഒരു റവ മുങ്ങത്തക്ക രീതിയിലാവുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കൽ നിർത്തണം കേട്ടോ. എല്ലാ റവയും നല്ലപോലെ നനയെ മാത്രമല്ല അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. വെള്ളവും റവയും തമ്മിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഒരു കട്ട പോലും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ ചൂടുവെള്ളം ആണ് ഒഴിക്കുന്നത്. ചൂടുള്ള പാത്രം, ചൂടുള്ള റവയും എല്ലാം ചൂടായിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചിങ്ങനെ പൊട്ടും മേലേക്ക്. അപ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പുതുതായിട്ട് കുക്കിങ്ങൊക്കെ ആരംഭിച്ചിട്ടുള്ളവരൊന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ലപോലെ ഇളക്കുക. ഇനി തീ ഓഫ് ചെയ്തിടുക കേട്ടോ. ഇളക്കി സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ നമുക്കിത് ഇതിങ്ങനെ ഒന്ന് പരത്തി വെച്ച് തീ ഓഫ് ചെയ്തിടുക. എല്ലായിടത്തും ഉപ്പും റവയും വെള്ളവും ഒക്കെ മിക്സ് ആയിട്ടുണ്ട്. ഒരിടത്ത് പോലും റവ നനയാതിരുന്നിട്ടില്ല. ആ വെള്ളത്തിൽ കിടന്നൊന്നും അത് വെന്തിട്ടുമുണ്ട്. ആ സ്റ്റേജിലാണ് നമ്മളിത് ഓഫ് ചെയ്യുന്നത്. ഇതിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു മൂടി വെച്ച് അടച്ചു വയ്ക്കുക. തീ ഓഫ് ചെയ്തു, മൂടി വെച്ച് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റോളം നമ്മൾ അടച്ചു വയ്ക്കണം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ല ആ ആവിയിൽ ഒന്നും കൂടെ വെന്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് പതിയെ ഇത് കട്ട അടർത്തിയെടുക്കാം. ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കുറച്ച് നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ലതാണെന്നുള്ളത്. അതായത് ടേസ്റ്റ് വേർഷനിലോട്ട് മാറ്റണമെങ്കിൽ നെയ്യ് ചേർത്ത് നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ഇവിടെ ടേസ്റ്റ് അല്ല, നമ്മൾ പിന്നെ അത് ഉച്ചയ്ക്ക് ഇന്ന് ഇത്തിരി ചിക്കൻ വറുത്തത് ചെയ്യുന്നുണ്ട്. അത് ഷാലോ ഫ്രൈ ചെയ്യുകയാണ്, ഡീപ് ഫ്രൈ ഒന്നുമല്ല. അപ്പോൾ അത് കഴിക്കുന്നത് കൊണ്ട് പിന്നെ ഇതിനകത്ത് നെയ്യും എക്സ്ട്രാ കലറീസ് വേണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ദിവസം എന്താ കഴിക്കുന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണ്ട മെയിൻ്റനൻസ് കാലറി അല്ലെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള കാലറി എത്രയാണെന്ന് നോക്കിയിട്ട്. അപ്പോൾ ഞാനിതിനകത്ത് നെയ്യ് ചേർക്കാത്തത് അതുകൊണ്ടാണ്, ഉച്ചയ്ക്കൊരു ഫ്രൈ കഴിക്കുന്ന കാരണം കൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉലർത്തിയെടുക്കാം. ചിലർക്ക് ഒരുപാട് ഉലർന്ന, അതായത് തീരെ ഉപ്പുമാവ് ഒട്ടും മർദ്ദമില്ലാത്ത ഉപ്പുമാവായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. നമുക്ക് കഴിച്ചാലും മതിയാവില്ല, അത്ര ടേസ്റ്റിലുള്ള ഉപ്പുമാവാണ് കിട്ടുക. നമുക്ക് ഇതുപോലെ കുറച്ചധികം പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, ഈ കോണൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ.